ലെൻസ് 777 ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കറണ്ട് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എനർജി എന്താണെന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക കേട്ടോ. നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ നെഗറ്റീവ് എനർജി വരിക. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. കിങ് ഓഫ് പെന്റക്കിൾ, എയ്റ്റ് ഓഫ് കപ്സ്, ചാരിയറ്റ്, ഫോർ ഓഫ് കപ്സ്, ഫോൾ, രണ്ട് കാർഡുണ്ട്. പേജ് ഓഫ് പെന്റക്കിൾ, ഹീറോഫന്റ്, ഫൈവ് ഓഫ് പെന്റക്കിൾ, വേൾഡ്. എന്താണ് ഒരുമിച്ച് കാർഡ്സ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നയൻ ഓഫ് വാണ്ട്സ്, ഏസ് ഓഫ് വാണ്ട്സ്, ഫൈവ് ഓഫ് വാണ്ട്സ്, വീൽ ഓഫ് ഫോർച്യൂൺ. കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ യൂണിവേഴ്സിന് പറയാനുണ്ടാവാം. ആദ്യത്തെ കാർഡ് കിങ് ഓഫ് പെന്റക്കിൾ, നിങ്ങളുടെ എനർജിയാണ്. ഓഫ്ലോയിങ് മെറ്റീരിയൽ അബഡൻസ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസിനെ, അബഡൻസിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു യാത്രയെയും ഒരു ട്രാവലിനെയും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഗോൾ നേടുവാനായിട്ട് ഒരുങ്ങിയിരിക്കുവാനാണ് പറയുന്നത്. ആ ഒരു നേട്ടത്തിനായിട്ട്, ആ ഒരു പ്രോസ്പെരിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുവാനാണ് പറയുന്നത്. പേഴ്സണൽ ഗ്രോത്ത് ആണ് നിങ്ങളിലേക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. നിങ്ങളെടുക്കുന്ന എഫേർട്ട്, നിങ്ങളുടെ പരിശ്രമം തന്നെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതെന്ന് കാർഡ് മീൻ ചെയ്യുന്നു. എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സെപ്പറേഷനെ തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ലെറ്റ് ഇൻ ഗോ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിന്ന് മാറി നിൽക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ നിങ്ങളുടെ എനർജി നിങ്ങൾ റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരെ സ്വീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടിയും ഇവിടെ ഒരു സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുകയാണ്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രസ് ആണ് നിങ്ങൾ നോക്കുന്നത്. കാരണം നിങ്ങൾ അത്രയേറെ വേദനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയൊരു സമയത്ത് ഡിസപ്പോയിൻമെൻ്റ് ആണ് നിങ്ങളിലേക്ക് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയ ആ ഒരു നിമിഷം മുതൽ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. ആ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നു എന്നാണ്. എന്താണോ നിങ്ങളിലേക്ക് തടസ്സമായിട്ട് നിന്നിട്ടുള്ളത് ആ ഒരു തടസ്സത്തെ നിങ്ങൾ തരണം ചെയ്യുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളാണ് വാക്കിംഗ് എവേ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ നോക്കുന്നു. സെൽഫ് ലവ് ചെയ്തിട്ടില്ല എങ്കിൽ നെഗറ്റീവ് എനർജീസ് നമ്മൾക്ക് ഒരു കാര്യവും സാധിപ്പിച്ചു തരില്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവിനെ ചിന്തിച്ചുകൊണ്ട് നമ്മളിലേക്ക് ആ ഒരു എനർജിയെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ഇഷ്ടപ്പെടണം. ആരെ? നമ്മളെ തന്നെ. എങ്കിൽ മാത്രമാണ് എന്തും നമ്മളിലേക്ക് അട്രാക്ഷൻ വരുള്ളൂ. നമ്മളിലേക്ക് സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറെടുപ്പിനെയാണ് യൂണിവേഴ്സ് നെക്സ്റ്റ് കാർഡിലൂടെ കാണിച്ചു തരുന്നത്. എന്താണ്? ചാരിയറ്റ് ആണ്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനെയാണ് കാണിക്കുന്നത്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവാണ് ചാരിയറ്റ് മീൻ ചെയ്യുന്നത്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനാണ്, സക്സസ് ആണ്, വിക്ടറിയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. ആ ഒരു യാത്രയെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഒരു പരിവർത്തനം, ഒരു ട്രാൻസിഷൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഫോർ ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ഫോർ ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു എന്നാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിൽ അവർക്ക് റിഗ്രറ്റ് ആണ് കാണിക്കുന്നത്. ഒരു അബണ്ടൻസിനായിട്ട്, ഒരു പ്രോഗ്രസിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. ഒരു സ്റ്റെബിലിറ്റി ഈ റിലേഷൻഷിപ്പിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇൻസ്പിറേഷൻ അഗെയിൻ എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളും അവരും തമ്മിലുള്ള ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. അവർ ഹാപ്പി ആയിരുന്നു. നിങ്ങളിന്ന് മൂവ് ഓൺ ചെയ്ത് പോയൊരു സമയം മുതൽ അവരിലേക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് എനർജിയെ
അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവർ റിയലൈസ് ചെയ്യാണ്. കൂടെയുള്ളപ്പോൾ നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായില്ല. എന്നാൽ നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോയപ്പോഴാണ്, നിങ്ങളും അവരും സെപ്പറേഷൻ വന്നപ്പോഴാണ് ആ ഒരു തിരിച്ചറിവിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. റിച്ച് ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. പിക്ചർ നോക്കി തന്നെ മനസ്സിലാവുന്നത് ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. എങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് അവരിൽ ദിവസവും എന്ന് പറയില്ലേ, നിങ്ങളെയാണ് അവർ ഓർത്തെടുക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് എനർജി നിങ്ങളുടെ എനർജിയാണ്. മാനിഫെസ്റ്റിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റി എന്നാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതെ, നിങ്ങൾ ഒരുപാട് അവസരങ്ങൾക്കായിട്ട് നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ആംബിഷനെ ഫോളോ ചെയ്യുക. ബിഗിനിങ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു, ന്യൂ കരിയർ പാത്ത് വരുന്നു, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ന്യൂ കണക്ഷൻ നിങ്ങളിലേക്ക് എത്തുകയാണ്. എർത്ത് മാജിക് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു എന്നാണ്. മേക്കിംഗ് പ്ലാൻസ് എ റിയാലിറ്റി എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരുന്ന ഒരു അബണ്ടൻസിനെ, സ്വപ്നങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ പോവാണ്. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായിട്ടിരിക്കാതെ അത് നേടിയെടുക്കുന്ന എനർജി ആയിട്ട് കാണിക്കുന്നേ. അബണ്ടൻസ് ആണ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി തുടക്കത്തെ കാണിക്കുന്നു. ഫുൾ കാർഡ് പറയുന്നത് ഫ്രീഡത്തെയാണ്. ഇവിടെ എന്തൊക്കെയാണോ നിങ്ങളിലേക്ക് തടസ്സമായിട്ടുണ്ടായിട്ടുള്ളത്, തടസ്സങ്ങൾ നീക്കമായിക്കൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർക്ക് വരുന്ന ഒരു പ്രോഗ്രസിനെ, ന്യൂ ബിഗിനിങ്ങിനെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. അഡ്വഞ്ചറായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. എവേക്കനിങ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ സോൾ പാത്ത്, അതിനെയാണ് ഇവിടെ ഉയർത്തേണ്ടതെന്ന് പറയുന്നു. അവിടെയാണ് നിങ്ങളിലേക്ക് പ്രോഗ്രസ് വരുന്നതെന്ന് പറയുന്നു. അപ്പോൾ തിരിച്ചറിവെന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ഫ്രീഡമാണ്. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തിയെ യൂണിവേഴ്സ് കാണിക്കുകയാണ്. നിങ്ങളിലേക്കൊരു ഫ്രീഡം വരുമ്പോൾ, ഒരു സ്വാതന്ത്ര്യം വരുമ്പോൾ, നിങ്ങളുടെ പേഴ്സൺ ഹീറോഫിൻ എനർജിയിലാണ്. ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണ് തനിച്ചായി ഇതുപോലെ ഫീൽ ചെയ്യുകയാണ്. ഒരുപാട് ലെസൺസ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളും ആ ഒരു സെപ്പറേഷൻ വന്നപ്പോഴാണ് ഒരുപാട് പാഠങ്ങൾ അവർ പഠിച്ചിട്ടുള്ളത്. അത് ഉൾക്കൊണ്ടുകൊണ്ട്, ആ പാഠങ്ങളിലെ നല്ല വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എന്ന പോസിറ്റീവിനെ അവരിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു ലീഡറെ കാണിച്ചു തരുന്നു. അവരുടെ കരിയറിലാവാം, അവരുടെ ജീവിതത്തിലാവാം. ഒരു ലീഡർഷിപ്പുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. മാത്രമല്ല എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് എന്നുള്ളൊരു കാര്യവും കാണിക്കുന്നുണ്ട്. അവരുടെ കരിയറുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അറിവ് നേടുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു കരിയർ ഫീൽഡ് ആയിരിക്കാം, കരിയർ മേഖലയായിരിക്കാം എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എസൻസ്, നിങ്ങൾ എന്ന വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്നു. അവരുടെ ഇമോഷൻസിനെ അവർ ആദ്യം എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് നിങ്ങളോടാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവും പോസിറ്റീവും അറിയുന്ന ഒരു വ്യക്തി നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയാണ്. നിങ്ങളാണ് അവർക്കൊരു ഗൈഡൻസ് ആയിട്ട് നിന്നിട്ടുള്ളത്, ഒരു ഗൈഡായിട്ട് നിന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിയാണ്. അപ്പോൾ നല്ല വശങ്ങൾ അവർ തിരിച്ചറിയുന്നു, നിങ്ങളെ അവർ തിരിച്ചറിയുന്നു എന്നാണ്. ഇവിടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഒരു ലോസിനെ കാണിക്കുന്നുണ്ട്. 5 ഓഫ് പെന്റക്കിൾസ് എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ചെറിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് അവരുടെ ഫാമിലിയിൽ വന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഡിഫിക്കൽട്ട് ചോയ്സ് ആയിട്ട് അവർക്ക് അവരുടെ ജീവിതത്തെ തോന്നുന്നതാണ്. ഇവിടെ വറി ചെയ്യുന്നത് അവരുടെ ഫ്യൂച്ചറിലേക്കാണ്. അവരിലേക്ക് പ്രോഗ്രസ് സംഭവിക്കുന്നുണ്ട് കരിയറിൽ, എന്നാൽ ചെറിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ഒരു സ്ട്രെസ്സിനെ കാണിക്കുന്നു. അത് ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൊണ്ടാണ്. ഫാമിലിയിൽ ആർക്കോ വയ്യാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ സെക്യൂരിറ്റിക്ക് ചെറിയൊരു തടസ്സമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് ഡോർ ഓപ്പൺ ചെയ്യാനാണ് അവർക്ക് മുന്നിലുള്ള സാധ്യതകളെ. ഇപ്പം നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും ഞാനാണെങ്കിൽ പോലും നെഗറ്റീവിനെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് എൻ്റെ വീട്ടിൽ ഒരാൾക്ക് വയ്യാതെ വരുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഒരു സ്ട്രഗിൾ വന്നു, എനിക്ക് അങ്ങനെ മാത്രമേ സംഭവിക്കൂ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാത്രമേ സംഭവിക്കുള്ളൂ. പിന്നെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്. നമുക്കൊരു തടസ്സം വന്നുവെങ്കിൽ അത് ഇപ്പോഴത്തെ തടസ്സമാണ്, അത് മാറിപ്പോകും. അതിന് യൂണിവേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് നേടിയെടുക്കാനായിട്ട് എന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ ചിന്തിക്കുന്ന പ്രവൃത്തി, ഞാൻ ചിന്തിക്കുന്ന ചിന്തകൾ തന്നെയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരേണ്ടത്. അവിടെ നിന്നാണ് നിങ്ങളിലേക്ക് ഒരു തുടക്കമായിട്ട് കാണിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളായാലും ഞാനാണെങ്കിലും അവരാണെങ്കിലും ചിന്തിക്കേണ്ടത്. അങ്ങനെ അവർ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളതായിട്ടാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു കംപ്ലീഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. വേൾഡ് കാർഡ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് യൂണിവേഴ്സ് തരുന്ന കാർഡാണ്. നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷ നിമിഷം, നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം നിങ്ങളിലേക്ക് വരുന്നു. അതിങ്ങനെയാണ്. എന്നു മുതൽ നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമാകുന്നുണ്ടോ, ഭാഗമായി കഴിഞ്ഞു, അന്നു മുതൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം ഒരു യാത്രയെ കാണിക്കുന്നു, കംപ്ലീഷനെ കാണിക്കുന്നു. വേൾഡ് കണ്ട സന്തോഷം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് വരുമ്പോൾ അപ്പോഴാണ് നമുക്കൊരു വേൾഡ് കണ്ട സന്തോഷം ഉണ്ടാവുക, അല്ലേ?
വലിയ വലിയ ആഗ്രഹങ്ങളായിരിക്കില്ല, ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങളിലേക്ക് വരുന്ന ഹാപ്പിനെസ്സിനെ യൂണിവേഴ്സ് കാണിച്ചു തരാണ് സക്സസ് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോൾ 9 ഓഫ് വാൻസിന്റെ എനർജിയാണ്. റെസ്പോൺസിബിലിറ്റിയാണ് കാണിക്കുന്നത്, ഉത്തരവാദിത്തങ്ങളെയാണ് കാണിക്കുന്നത്, ഹെവി ബേർഡൻസിനെയാണ് കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. എങ്കിലും നിങ്ങളെന്ന വാണ്ടിനെ ഇപ്പോൾ മുറുകെ പിടിക്കുകയാണ്. അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്നു. ഒരു അവസരത്തിനായിട്ട്, ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അവരുടെ തിരിച്ചുവരവ് തന്നെയാണ്. അവർ ആക്ഷൻ എടുക്കാനായിട്ട് പോകുന്നു എന്നാണ്. പുതിയ തുടക്കത്തെ ഏസ് ഓഫ് വാൻസ് കാർഡ് കാണിച്ചു തരുന്നു. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണെങ്കിൽ ഇന്ന് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ന്യൂ ഐഡിയ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആക്ഷൻ എടുക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളാണ് അവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുന്നത്. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയാണ് അവർക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിട്ടും ഇൻസ്പിറേഷനായിട്ടും ഫീൽ ചെയ്യുന്നതായിട്ട് കാർഡ് മീൻ ചെയ്യുന്നത്. മാനിഫെസ്റ്റിംഗ് എനിത്തിങ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെ കാർഡ് മീൻ ചെയ്യുന്നു. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തുവാൻ തന്നെയാണ്. ഇവിടെ ബ്രില്യൻറ്റ് ഫ്യൂച്ചറാണ് അവർ പദ്ധതിയിടുന്നത്. നിങ്ങളിലേക്ക് തന്നെയാണ് തുടക്കമായിട്ട് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ 5 ഓഫ് വാൻസിന്റെ എനർജി അവർ പരിശ്രമിക്കുന്നുവെന്നാണ്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ട് കൂടി അത് സാധിച്ചിട്ടില്ല. അതിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. ഇന്ന് അവർ അവരുടെ സുഹൃത്തുക്കളോടോ മറ്റുള്ളവരോടോ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ പ്രോഗ്രസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. പല സന്ദർഭങ്ങളിൽ നമ്മൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ കൂടിയും വീണ്ടും പരിശ്രമിക്കുക എന്നുള്ളൊരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തന്നെയാണ് ഒരുങ്ങുന്നത്. ആ ഒരു പരിശ്രമത്തെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ട് എന്ന് പറയുന്നു. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങളും ആ ഒരു സെപ്പറേഷനിൽ വരാനായിട്ട് ഒരു ബാഡ് കർമ്മ ഉണ്ടായിരുന്നു. ബാഡ് കർമ്മ എൻഡ് ആകുന്നു എന്നാണ് പറയുന്നത്. ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെയും അവരുടെയും ജീവിതത്തിലേക്ക് വരുന്നു. ഇവിടെ നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് എനർജി രണ്ടുപേർക്കും വേണം. പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് ആ ഒരു അട്രാക്ഷൻ അവർക്ക് വരുന്നത്. ആ ഒരു അട്രാക്ഷനാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഫ്യൂച്ചർ പദ്ധതി ഇടുന്നത്, പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാം ആരിൽ? പ്രപഞ്ചത്തിൽ. പ്രപഞ്ചമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. നെഗറ്റീവ് ചിന്തകളെ നിങ്ങളിൽ നിന്നും മാറ്റിവെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിയെന്ന് മാത്രമേ നിങ്ങൾ കരുതാൻ പാടുള്ളൂ. തെറ്റുകൾ രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ടാകാം. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നുവെന്ന് മാത്രമേ നിങ്ങൾ കരുതാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ അവരും നിങ്ങളും തമ്മിലുള്ള റിയൂണിയൻ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് ഇവിടെ ഒന്നാകാൻ പോകുന്ന എനർജിയാണ് കാണിച്ചു തരുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിട്ടുള്ളത്. ടൈം കാർഡ് എടുക്കുകയാണ്. വിത്തിൻ 3 months in 28 days in next June, അതായത് അടുത്ത മാസം. ഓക്കെ, അപ്പോൾ ഇൻ നെക്സ്റ്റ് ജൂൺ 28 days വിത്തിൻ 3 months. ഈ കാർഡ്സിൽ ഏത് കാർഡാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് ആ കാര്യത്തെ, ആ ഒരു കാർഡിനെ നിങ്ങളിലേക്ക് സ്വീകരിക്കാം. റെസിപ്രോസിറ്റി ഓറക്കൽ ഡെക്കിൽ കിട്ടിയിട്ടുള്ളത് ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. അപ്പോൾ തുല്യത തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. നിങ്ങളെക്കാളും എന്തുകൊണ്ടും ചിലപ്പോൾ കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നത് ആ ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് തുല്യത തരാനാണ്. ഇമോഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് തരേണ്ട കാര്യങ്ങളാണെങ്കിലും ഇവിടെ തുല്യത എന്നാണ് കാണിക്കുന്നത്. കോൺവെർസേഷൻ നിങ്ങൾക്ക് ഇടയിൽ സംഭവിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വോയിസ് അത്രയേറെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. റിയൂണിയൻ ഉണ്ടോ? യെസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. അപ്പം നിങ്ങൾ തിരിച്ചു വരുന്നു എന്നാണ്, നിങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു സ്നേഹം തിരിച്ചു വരുന്നു എന്നാണ്. റിയൂണിയൻ ആണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. കെമിസ്ട്രി, ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. അപ്പം ഇതുപോലൊരു അഭിനിവേശം വേറെ എവിടെയും ലഭിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അവർക്ക് ചുറ്റും ഒത്തിരി പേര് ഉണ്ടാവാം.
നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ് കണക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ്. ബീയിങ് ഓൾവേസ് ഫ്രം യു ഹാസ് അലൗഡ് മീ ഗെയിൻ ക്ലാരിറ്റി. അപ്പോൾ നിങ്ങളാണ് അവർക്കൊരു ക്ലാരിറ്റി നൽകിയത്. ഈ ഒരു സെപ്പറേഷനാണ് ഈ ഒരു ബന്ധത്തിൻ്റെ ആഴം എന്തെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ ഒരു വ്യക്തത വന്നിട്ടുള്ളത്. ആ ഒരു റിഫ്ലക്ഷനെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ഹോപ്പ്, റിയൂണിയൻ, കോൺവെർസേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹോപ്പ് പറയുന്നതാണ് ഐ ഹാവിൻറ്റ് ഗിവൺ അപ്പ് ഓൺ യസ് യെറ്റ്. അപ്പോൾ നിങ്ങളെ അവർക്ക് വേണമെന്ന് തന്നെയാണ്, ആ ഒരു ഹോപ്പ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നതായിട്ട് കാണിക്കുന്നത്. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. റിയൂണിയൻ, കോൺവെർസേഷൻ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ മെസ്സേജാണ്. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.